സ്കൂളിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ സഹപാഠിയെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 വിദ്യാർത്ഥികളുടെ പേരിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു. ആക്രമണത്തിന് ഇരയായ മൂവാറ്റുപുഴ വാളകം മാർ സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മൊഴിയുടെയും വീഡിയോ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. സ്കൂളിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ സഹപാഠിയെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 വിദ്യാർത്ഥികളുടെ പേരിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു. ആക്രമണത്തിനിരയായ മൂവാറ്റുപുഴ വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മൊഴിയുടെയും വീഡിയോ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസ്. ജൂലൈ 17 വൈകിട്ട് 4:30 വാളകത്തെ ഒരു ഇടവഴിയിലാണ് സംഭവം നടന്നത്. ജൂലൈ 16 സ്കൂളിലുണ്ടായ വാക്കുതർക്കത്തിന്റെ വിരോധത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 4 പേർ ചേർന്ന് തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കൂടുതൽ പേരുണ്ടെങ്കിലും നേരിട്ട് മർദ്ദിച്ചവരെയാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മർദ്ദനമേറ്റ കുട്ടിയെ കൂട്ടുകാരിലൊരാൾ വിളിച്ചുകൊണ്ടുവന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. സംഭവത്തിൽ 8 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ്. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. കേസിൽ ഉൾപ്പെട്ടവരുടെ പഠനം തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി. വിദ്യാഭ്യാസ വകുപ്പും സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി. സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടിലും സംഭവസ്ഥലത്തുമെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. മർദ്ദനമേറ്റ കുട്ടിക്കും സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക കൗൺസിലിംഗ് നൽകും. മുഴുവൻ രക്ഷിതാക്കളെയും വിളിച്ചുകൂട്ടി ബോധവൽക്കരണവും നടത്തും. ചൊവ്വാഴ്ച PTA എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചിട്ടുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.